തിരുവനന്തപുരം PMGയിൽ TVS സ്കൂട്ടർ ഷോറൂമിൽ തീപിടുത്തം. 100ഓളം വാഹനങ്ങൾ ഷോറൂമിൽ ഉണ്ടായിരുന്നു. 2 മണിക്കൂറോളം തീ പടർന്നു. പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, വലിയ തീപിടുത്തമാണ് നഗരമധ്യത്തിൽ ഉണ്ടായത്. 2 മണിക്കൂർ പണിപ്പെട്ടിട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ അഗ്നിരക്ഷാ സേന നൽകുന്ന വിവരം ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിന് പ്രധാനമായും കാരണമായിട്ടുള്ളത് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന്. കാരണം ഈ കെട്ടിടത്തിന്റെ സീലിംഗിൽ നിന്നാണ് ഈ തീപിടുത്തം ആരംഭിച്ചതും അത് പിന്നീട് താഴേക്ക് കെട്ടിടത്തിന്റെ ഈ വാഹനങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറികളിലേക്കും മറ്റും സർവീസിന്റെ റൂമുകളിലേക്കും മറ്റും തീ പടരുകയായിരുന്നു. അത്തരത്തിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് തീ ആരംഭിച്ചത്. പിന്നീട് അത് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തുകയായിരുന്നു. 4 മണിയോട് കൂടിയാണ് തൊട്ടടുത്ത കടകളിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഇത്തരത്തിൽ തീപിടുത്തം വിവരം അഗ്നിരക്ഷാ സേനയെ അറിയിക്കുന്നത്. പിന്നീട് 6 മണിയോടുകൂടി 5ഓളം അഗ്നിരക്ഷാ യൂണിറ്റുകൾ പണിപ്പെട്ടാണ് ഈ ഒരു തീ അണച്ചത്. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നിലവിലെ അനുമാന പ്രകാരം ഷോർട്ട് സർക്യൂട്ട് തന്നെയാണെന്നാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് പുതിയ വാഹനങ്ങൾക്കൊപ്പം തന്നെ സർവീസിന് കൊണ്ടുവന്ന വാഹനങ്ങളും ഇതിനൊപ്പം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു നിരവധി സർവീസ് പാർട്സുകൾക്ക് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ടയറുകൾ, നമുക്കറിയാം ടയറുകൾ സൂക്ഷിക്കും. പുതിയ ടയറുകൾക്കും മറ്റും തീപിടുത്തത്തിൽ കേടുപാടുകൾ, അതേപോലെ തന്നെ ടയറുകൾ കത്തി നശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു നാശനഷ്ടമാണ് നിലവിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ആര്യ, ഇപ്പോൾ എത്രത്തോളം വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് നമുക്കൊരു പൂർണ്ണമായ കണക്കിലേക്ക് എത്താൻ കഴിയില്ല എങ്കിൽ പോലും പുതിയ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്ന ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാശനഷ്ടത്തിന്റെ കണക്കെടുത്താൽ അതൊരു കോടികളിലേക്ക് കടന്നേക്കാം എന്നുള്ളതാണ് സ്ഥിതി, അല്ലേ സാരംഗ്? തീർച്ചയായും. കാരണം കേടുപാടുകൾ സംഭവിച്ചതിൽ അധികവും പുതിയ വാഹനങ്ങളാണ്. നമുക്കറിയാം പുതിയ വാഹനങ്ങൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചാൽ പോലും അവ പിന്നീട് വിൽപ്പനയ്ക്കായിട്ട് നൽകാൻ കഴിയില്ല. മാത്രമല്ല ഇതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സർവീസിനെ, അതായത് വലിയ വലിയ വർക്കുകൾക്ക് വേണ്ടിയിട്ട് സർവീസുകൾക്കായി വേണ്ടി ഇവിടെ എത്തിച്ച വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവയെല്ലാം കൂടി നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. ഒപ്പം തന്നെ ഈ സർവീസ് പാർട്സുകളാണ് കൂടുതലായിട്ടും നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. കാരണം സർവീസ് സെന്റർ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ സർവീസ് അതായത് ആക്സസറീസും പാർട്സും നിരവധിയായി ഇവിടെ സ്റ്റോർ ചെയ്യും. അത്തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഈ തീപിടുത്തത്തിൽ നഷ്ടപ്പെട്ടു, അതായത് തീപിടിച്ച് കേടുപാട് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ നിരവധിയായി സൂക്ഷിച്ചിട്ടുള്ള ടയറുകളും, അങ്ങനെ അത്തരത്തിൽ കെട്ടിടത്തിന്റെ കേടുപാടുകളും വാഹനങ്ങൾ നഷ്ടപ്പെട്ടതും ഒപ്പം തന്നെ ആക്സസറീസിലുള്ള തീപിടുത്തം എല്ലാം നോക്കുമ്പോൾ വലിയ തുകയുടെ ഒരു നാശനഷ്ടം നിലവിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം തന്നെയാണ് ഇവിടെ ഒരു TVSന്റെ ഷോറൂമിൽ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. കൃത്യമായ കണക്കുകൾ മനസ്സിലാക്കണമെങ്കിൽ പോലീസ് ഇവിടെ സ്ഥലം ബന്ദോബസ്ത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കമ്പനി അധികൃതർ മറ്റും എത്തി ഇതിന്റെ ഒരു നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും ഒപ്പം തന്നെ തീപിടുത്തത്തിന്റെ കാരണങ്ങളും മറ്റും വ്യക്തമായ അന്വേഷണത്തിന്. ഈ ഷോറൂമിന് മാത്രമാണോ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സമീപത്തെ കടകളിലേക്കൊക്കെ തീ പടർന്നിരുന്നോ? ഈ ഒരു കെട്ടിടം നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ലൂർദ് പള്ളിയുടെ നേരെ എതിർവശത്താണ്. അതിന് തൊട്ടടുത്തായി മറ്റ് കെട്ടിടങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇല്ല എളുപ്പത്തിൽ തീ പടരുന്ന രീതിയിൽ. പക്ഷേ ഭാഗ്യവശാൽ അത്തരത്തിൽ തീ മറ്റു കെട്ടിടത്തിലേക്ക് പടരുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിനു മുൻപ് തന്നെ അഗ്നിരക്ഷാ സേന ഇവിടെ എത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. 4 മണിക്ക് മുൻപ് തന്നെ തീ ആരംഭിച്ചിട്ടുണ്ടാകാം എന്നാണ് നിലവിലെ അനുമാനം. കാരണം രാത്രിയാണ്, പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായാൽ ആൾക്കാർ അറിയണമെന്നില്ല. അപ്പോൾ 4 മണിക്ക് അറിഞ്ഞതിന് ശേഷം 2 മണിക്കൂർ കൊണ്ട് തീ അണച്ചെങ്കിലും മറ്റുള്ള കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുതന്നെ ഈ ഒരു തീപിടുത്തത്തിന്റെ ആഘാതം ഒരു പരിധിവരെ കുറച്ചു. TVS ഷോറൂമിനകത്ത് മാത്രം ആണ് നിലവിൽ തീപിടുത്തത്തിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആര്യ, സാരംഗ് സുധാകരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. PMG ജംഗ്ഷനിലെ TVS ഷോറൂമിലാണ് വലിയ തീപിടുത്തം ഉണ്ടായത്.